വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. അപ്പം ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് പങ്കുവെക്കാൻ തോന്നുന്നത് ഈ സാപത്തിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സാപത്ത് എങ്ങനെ ആചരിക്കണം, അന്നേ ദിനം ഏതു വിധത്തിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ എന്നൊക്കെ നിങ്ങളെല്ലാവരും കേട്ടേക്കണതാണ്. എന്നാലും ഞാൻ ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുക. സാപത്താചരണത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. അതിപ്പോൾ വായിക്കണ്ട, ഞാൻ പറയാം. അതിൽ എടുത്തു പറയണത് ആർക്കെങ്കിലും അറിയോ? അവിടെ സാപത്തിനെ കുറിച്ച് പറയുന്നത് സാപത്ത് എന്ന് പേര് പറഞ്ഞിട്ടല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ പറയണേ. 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സൃഷ്ടികർമ്മം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം വിശ്രമിച്ചു. അതിനെ വിശ്രമ ദിനമായി ദൈവം കരുതി, അല്ലെങ്കിൽ വിശ്രമ ദിനമായി എടുത്തു. അത് സാപത്താണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട് ഈ സാപത്തിനെ കുറിച്ച്. എന്ന് വെച്ചാൽ സാപത്ത് കറക്റ്റായിട്ടൊന്നല്ല, നമുക്കവിടെ അനുഗ്രഹങ്ങൾ വരണത്, ശാപങ്ങൾ അങ്ങനെ വരണ വഴികളൊക്കെ നോക്കി അനുഗ്രഹങ്ങൾ ശാപങ്ങൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് 28-ാമത്തെ അധ്യായത്തിൽ. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെ വചനം പാലിക്കണം, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക്, പ്രത്യേകിച്ച് 1-ാം പ്രമാണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങൾ അവിടെ പറയണേ. അതിലും നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദിവസത്തെ നമ്മൾ ആചരിക്കണം, അല്ലേ? അപ്പോൾ ഇന്ന് ഒരു ദൈവത്തിൻ്റെ ദിനമാണ്. ഇനി ഏശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ 1 തുടങ്ങി 14 വരെ, അത്രയേ ഉള്ളൂ ആ അധ്യായത്തിലെ വാക്യങ്ങൾ. 1 തുടങ്ങി 14 വരെ. അവിടെ 13ഉം 14ഉം വാക്യങ്ങളിൽ ദൈവം പറയുന്നുണ്ട് സാപത്തിനെ കുറിച്ച്. അപ്പോൾ ഈ സാപത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് പറയണമെന്ന് മനസ്സിൽ തോന്നിച്ച ഭാഗമാണ് ഏശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്ന്, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിന് സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ബഹുമാനീയമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ 2 വാക്യങ്ങളാണ് 13-14. അതിലാദ്യത്തെ സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. 13-ാമത്തെ അധ്യായത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാ സാപത്തിനെ ചവിട്ടി മെതിക്കുന്നത്. എന്താ ഈ ചവിട്ടി മെതിക്കുക എന്ന് ദൈവം ഉദ്ദേശിച്ചേ? ശരിക്കും ചവിട്ടി മെതിക്കുക എന്നുള്ള വാക്ക് നമ്മൾ എവിടെയാ പറയുന്നത്? സാധാരണ സംസാരിക്കുമ്പോൾ സാധാരണ മൃഗങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ അവർ പുല്ലൊക്കെ തിന്നിട്ട് പോകില്ലേ, അതവിടെ ഇങ്ങനെ ചവിട്ടി മെതിച്ചിട്ട് പോയിട്ടുണ്ടാവില്ലേ? ആ പോയ സ്ഥലം നടന്നത് നമുക്കറിയാൻ പറ്റും. ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ തന്നെ സംസാരത്തിൽ ഇങ്ങനെ പറയും, എന്തെങ്കിലും ചെയ്തിട്ടേക്കണ ഒരു പ്രത്യേക സ്ഥലമാണെങ്കിൽ അതിലെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ കളിച്ച് മുറ്റമൊക്കെ ഒരു പരിവാക്കിയിടും. അപ്പം നമ്മൾ പറയും ചവിട്ടി മെതിച്ചിട്ടേക്കാണ് എന്ന് പറയും, അല്ലേ? എന്ന് വെച്ചാൽ അതൊരു നല്ല രീതിയല്ല അങ്ങനെ ചെയ്യണത്. അപ്പം നമ്മുടെ ദൈവം ഈ വചനത്തിലൂടെ നമ്മോട് പറയണതാണ് സാപത്തിനെ ചവിട്ടി മെതിക്കരുതെന്ന്. അത് സാപത്ത് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ദിനം അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ദൈവം ചവിട്ടി മെതിക്കരുത് എന്ന വാക്ക് വെച്ച് പറയണത്. അത് ചവിട്ടി മെതിക്കരുത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ആൾക്ക്, അതിൻ്റെ ഉടമസ്ഥന് ഏത് സ്ഥലമാണോ ഏത് കാര്യമാണോ ആ ഉടമസ്ഥന് വേദന ഉണ്ടാക്കണ കാര്യമാണ്. അതുകൊണ്ടല്ലേ അങ്ങനെ പറയാം, ആ വാക്ക് അവിടെ വെച്ച് പറയാം. സാധാരണ നമുക്കതറിയാവുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം സാപത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദൈവം വേദനിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വഴി സാപത്ത് ദിനത്തിൽ
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മുടെ ദൈവം സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുൻപേ തന്നെ തമ്പുരാൻ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് സാബത്തിനെ ചവിട്ടി മെതിക്കരുതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി. അപ്പോൾ ഇനി നമുക്കൊന്നൊരു മിനിറ്റ് ഇങ്ങനെ ആലോചിക്കാം. എന്താ ചവിട്ടി മെതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരിക? നമ്മുടെ ജീവിതത്തിൽ സാബത്തിനെ ചവിട്ടി മെതിക്കുക എന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരിക? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ദൈവത്തിന്, ദൈവവചനത്തിന് വില കൊടുക്കാതെ നമ്മൾ പെരുമാറുന്ന അവസ്ഥ. ഞാനൊരു പ്രാവശ്യം മട്ടായച്ചൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ ഇതിനെക്കുറിച്ച് നല്ല ശക്തമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ അച്ഛൻ പറയണതുണ്ട്, സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം ദൈവത്തിന് കൊടുക്കാതെ നീ എടുക്കുന്നത് 1 മിനിറ്റ് ആണെങ്കിൽ കൂടി ആ 1 മിനിറ്റ് നീ കട്ടെടുക്കണതാണ്. അങ്ങനെ തന്നെ അച്ഛൻ പറയണേ, നീ കട്ടെടുക്കണതാണ് ആ 1 മിനിറ്റ് എന്ന്. ദൈവത്തിന് കൊടുക്കാതെ ദൈവഹിതത്തിന് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എൻ്റെ ദിനത്തിൽ നിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ നീ വ്യാപരിക്കുമ്പോൾ ആ സമയം നീ ദൈവത്തിൽ നിന്ന് കട്ടെടുക്കുക എന്ന കളവ് നടത്തുക എന്നാണ് അച്ഛൻ പറയണത്. അതങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ അത് കോറിയിട്ടു. ഈ കളവ് നടത്തുക, കട്ടെടുക്കുക എന്നൊക്കെ പറയണത് ആരുടെയെങ്കിലും സ്വന്തമായ എന്തെങ്കിലും വസ്തു നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ സാബത്ത് ദിനം അത് നമ്മുടെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്? ദൈവത്തിൻ്റെ സ്വന്തം. എല്ലാ ദിനങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ സാബത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം. അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ ദിനം ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ. ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച് മനുഷ്യ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അങ്ങനെ ദൈവത്തിന് ജീവിതത്തിൽ വില കൊടുക്കാൻ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസ്സാര കാര്യങ്ങൾ പോലും വേദന ഉളവാക്കുന്നതാണ്. ദൈവത്തിന് വേദന ഉളവാക്കുന്നതാണ്. ഞാൻ ഓർക്കുക, ഞങ്ങളുടെ ഒരു സിസ്റ്റർ കേട്ടോ, ആ സിസ്റ്റർ ഇങ്ങനെ സാബത്തിനെ സംബന്ധിച്ചല്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. രാവിലത്തെ സമയമുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്, പിന്നെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും, അത് 8 മണി വരെ അങ്ങനെ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഒരു പ്രാർത്ഥനയുടെ സമയത്തിന് മുമ്പ് അതുവരെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഞങ്ങളുടെ ആ സിസ്റ്റർ ഇങ്ങനെ പഠിക്കണ സമയം, TTC ഒക്കെ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 മണി അടിക്കും, മഠത്തിലും 12 മണി അടിക്കും. അങ്ങനെ അടിച്ചപ്പോൾ ഈ ചെയ്തിരിക്കണത് ചാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, ആ ചാർട്ട് വർക്ക് അവസാനിപ്പിച്ചിട്ട് പള്ളി കയറാം. അല്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പോന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ വന്ന് തിരിച്ചു തുടങ്ങണ്ടേ. അപ്പോൾ ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് ആ ചാർട്ട് എഴുതി അങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങനെ എഴുതി അവസാനിപ്പിച്ചപ്പോൾ സിസ്റ്റർ പറയുന്ന സമയം കുറച്ച് നാൾ മുൻപാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലല്ല, കുറച്ച് വർഷം മുമ്പ്. അന്ന് ശരിക്കും ഇന്നത്തെ പോലെ സ്കെച്ചും മാർക്കറൊന്നുമില്ല. അപ്പോൾ ഈ ബാംബു പെൻ യൂസ് ചെയ്തിട്ട് മഷിയിൽ മുക്കി ചെയ്യുന്ന സമയമാണ്. ഇതിങ്ങനെ എഴുതി ലാസ്റ്റ് വന്നപ്പോൾ എന്തുണ്ടായെന്നറിയോ, ഈ മഷി മുഴുവൻ മറിഞ്ഞ് ആ ചാർട്ടി വീണു. ചെയ്തത് മുഴുവൻ വെള്ളത്തിലായി, ഒന്നും ഉപകാരപ്പെട്ടില്ല. 2 മിനിറ്റ് സമയം എടുത്തുള്ളൂ. എനിക്ക് ഈ കടമെടുക്കുക എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ് ഈ കാര്യം. കാരണം 2 മിനിറ്റേ എടുത്തുള്ളൂ. അതെന്തുണ്ടായേ? ഒരു ഉപകാരമില്ല, തിരിച്ചെല്ലാം ആദ്യം ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഒരു ഉദാഹരണം, നടന്ന സംഭവം തന്നെയാട്ടോ, സിസ്റ്റർ ഷെയർ ചെയ്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ എടുക്കണ ഓരോ 2 മിനിറ്റും 3 മിനിറ്റൊക്കെ ഇല്ലേ നമ്മുടെ ഇഷ്ടം അനുവർത്തിക്കാൻ, ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതെടുക്കുമ്പോൾ അത് ഭയങ്കര നഷ്ടമായിരിക്കും നമുക്ക്. ആ നഷ്ടമൊന്നും നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കും അതിന് വരുന്ന നഷ്ടങ്ങൾ. അതായത് വിശുദ്ധ കുർബാനയിൽ അന്ന് നേരത്തെ പോയി പങ്കെടുക്കണം, വേണ്ടേ? സാധാരണ ദിവസങ്ങളിൽ പോണ പോലെയല്ല സാബത്ത് ദിനത്തിൽ നമ്മൾ പോകും. അതായത് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കുറച്ച് മുൻപ് ചെന്ന് പള്ളിയിൽ ഇരുന്ന്
ഇത്തിരി നേരം ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് നമ്മുടേതായ ജോലികളുണ്ട്. ദൈവം അതിന് ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ജോലികൾക്ക് പോകുന്നത് കൊണ്ട് ആ സമയത്ത് കുർബാനയ്ക്ക് വന്നാലും അത് പ്രശ്നമല്ല എന്നല്ല, അങ്ങനെ എത്തിയാലും നമ്മൾ അത്ര കാര്യമായി എടുക്കില്ല. പക്ഷേ ഞായറാഴ്ച ദിനത്തിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അന്ന് ആ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് ഇത്തിരി മുൻപ് ചെല്ലുന്നതിന്, അല്ലെങ്കിൽ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിൽ ചെല്ലേണ്ടത്, നമ്മുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്ന് മാറ്റിയാൽ, ഇറങ്ങാനൊന്ന് വൈകിയാൽ ആരും ഒന്നും പറയില്ല അല്ലേ. ചിലപ്പോൾ ചില അച്ഛന്മാർ പറയും നേരത്തെ വരാൻ ശ്രമിക്കണം, അങ്ങനെ പറയുന്ന അച്ഛന്മാരുണ്ടാവും. ചില അച്ഛന്മാർ അതിനെക്കുറിച്ച് പറയില്ല. കാരണം പറഞ്ഞിട്ടും വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള അവരുടെ മുൻ അനുഭവങ്ങളിൽ നിന്നാണ് അവർ പറയാതിരിക്കുന്നത്. അങ്ങനെ വരണ സമയങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സമയം എടുക്കുക. ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ശരിയാ, നമ്മൾ വിചാരിച്ചിട്ടല്ല നമുക്ക് തിരക്ക് വരണത് അല്ലേ, പെട്ടെന്ന് വരണതായിരിക്കാം. പക്ഷേ തമ്പുരാൻ നോക്കണ ഒരു ഭാവമുണ്ട്, മനസ്സിൻ്റെ ഭാവം. സാബത്ത് ദിവസമാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം, ആ ദിവസത്തിന് എൻ്റെ മനസ്സിൽ ഞാൻ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഞായറാഴ്ച എന്ത് ചെയ്യണം? തലേ ദിവസം തന്നെ കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം അല്ലേ, ഞായറാഴ്ച എനിക്ക് നേരത്തെ പോകാൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അതെൻ്റെ തമ്പുരാൻ അറിയാൻ പറ്റും, ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഞായറാഴ്ചയാണ്, ഞാൻ എൻ്റേതായ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ ആ ദൈവിക കാര്യങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാനായിട്ട് വൈകുമ്പോൾ സമയം തമ്പുരാൻ്റെ നമ്മൾ എടുക്കണതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞതാണ് ഈ ഞായറാഴ്ച കുർബാനയുടെ കാര്യം. എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കുർബാന തുടങ്ങി പ്രസംഗം ആവാറാവുമ്പോഴേക്കാണ് എല്ലാവരും ഏകദേശം എത്തിത്തീരുക. അതുവരെ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, ശരിക്കും എല്ലാവരും ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ വരണത് അല്ലേ. പലരും ഞായറാഴ്ച മാത്രമേ വിശുദ്ധ കുർബാന കാണാൻ വന്നത്. ആ ഒരു ദിവസം മുഴുവൻ സമയം കൊടുത്തൂടെ തമ്പുരാന്? 2 മണിക്കൂറോ 1 മണിക്കൂറോ കൊടുത്തൂടെ ആ വിശുദ്ധ കുർബാനയുടെ? അത് നമ്മൾ ദൈവത്തിന് കൊടുക്കണ വിലയാണ്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞപ്പോൾ ദൈവം നമുക്കൊരു വില ഇട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വില നമുക്ക് തരാനാ തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകിയത് എന്നും പറഞ്ഞു. ഇപ്പം ഈ ഞായറാഴ്ച ഞാൻ പറയാം, ഇതുപോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ വില കൊടുക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടതാ, തിരുവചനത്തിലൂടെ എഴുതി വച്ചിരിക്കണതാ. എൻ്റെ സാപത്തിനെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്, ആ ദിനത്തിൽ നിൻ്റെ ഹിതം പ്രവർത്തിക്കാനായിട്ട് നീ എൻ്റെ സമയം എടുക്കരുത്, തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദൈവം എപ്പോഴും നോക്കുന്നത് മനസ്സിൻ്റെ ഭാവം. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം, സാബത്ത് ദിവസം ദൈവത്തിനായി വിനിയോഗിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇനി പറഞ്ഞത് എൻ്റെ ദിനത്തിൽ ആ 14-ാമത്തെ വാക്യം. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഇനി ഈ 13ഉം 14ഉം തിരുവചനങ്ങൾ നമ്മൾ അതിന് വില കൊടുത്തെടുക്കുമ്പോൾ നമുക്ക് തരണ അനുഗ്രഹം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം മുഴുവൻ എന്തിലായിരിക്കും? കർത്താവിലായിരിക്കും. അപ്പം നമ്മുടെ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും കർത്താവിൽ. അങ്ങനെ കർത്താവിൽ സന്തോഷം കണ്ടെത്താൻ പറ്റണമെങ്കിൽ കർത്താവിന് നമ്മൾ വില കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അത് ദൈവം നമുക്ക് അടയാളങ്ങളിലൂടെ അത് കാണിച്ചു തരും. ഈ അടയാളങ്ങളിലൂടെ കാണിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങളുടെ കോൺവെൻറ്റിൽ തന്നെ ഒരു കാര്യം, ഞങ്ങളുടെ കോൺവെൻറ്റിൽ പുതിയ ചക്കയുടെ തൈയില്ലേ, പ്ലാവ്, അത് വാങ്ങിച്ചു. അപ്പോൾ പണിക്കാരനെ വിളിച്ചിട്ട് ഒറ്റ ദിവസവും ആൾക്കൊഴിവില്ല. അയാൾക്ക് ഒഴിവുള്ളത് സൺഡേ മാത്രം. അതൊരു ഹിന്ദു മനുഷ്യനാണ്, സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളൊന്നും ചെയ്യണില്ലല്ലോ, ഞങ്ങൾ പണി ചെയ്യണില്ലല്ലോ, പണിക്കാരൻ അന്ന് വേറൊറ്റ ദിവസം ഒഴിവില്ലാത്തത് കൊണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ 2 പ്ലാവും തൈ വെപ്പിച്ചു. സാധാരണ 3 വർഷം കൊണ്ട് അത് ഉണ്ടാവുമെന്നാണ് പറയണേ. അത് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിനൊരു അനക്കമില്ല. അപ്പം ഞങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
വചനമൊക്കെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഹന്നാൻ വെള്ളമൊക്കെ കൊണ്ടുപോയി തളിച്ച്. അങ്ങനെ ഒരു 4-5 വർഷമൊക്കെ ആയപ്പോഴേക്കും ഒരെണ്ണത്തിനൊരു ചെറിയ അനക്കം വന്നു. ഒരു ചെറിയ ചക്ക ഉണ്ടായി. 1, 2, 3 അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഒപ്പം നട്ട വേറെ ഒരെണ്ണമുണ്ട്. അത് ഇതുവരെ അനങ്ങിയിട്ടില്ല. 3 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, 6 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വേറെ പറമ്പിൽ വെച്ചതൊക്കെ നന്നായി ഫലം തന്നു. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുകയെ, അത് സാപത്തിൽ വെച്ചതല്ലേ, അതുകൊണ്ടാണ് അത് ഉണ്ടാവാത്തത് എന്ന് ഞാനിങ്ങനെ പറയാം. അതിനി നമുക്ക് വെട്ടിക്കളയാൻ നല്ലത്, വേറെ ഫലമൊന്നും തരാൻ വഴിയില്ലെന്ന്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ദൈവത്തിന് വില കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാപത്ത് ദിനത്തെ അതിൻ്റെ ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ടാണ്. ശരിക്കും സാപത്തിൽ പറയണത് നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന കാണണം. അത് കഴിഞ്ഞ് ദൈവികമായ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ പള്ളി പ്രവർത്തന കാര്യങ്ങളൊക്കെ ദൈവികം, അതിൽ നമുക്ക് ചേരാം. അതോടൊപ്പം ഇങ്ങനെ വൃദ്ധമന്ദിരങ്ങൾ, രോഗികളെയൊക്കെ സന്ദർശിക്കുക. അതിപ്പോൾ വൃദ്ധമന്ദിരം തന്നെ വേണമെന്നില്ല, നമ്മുടെ അടുത്തോ നമ്മുടെ പരിചയത്തിലോ ബന്ധത്തിലോ ഒക്കെയുള്ള രോഗികളുടെ അടുത്തായാലും നമുക്ക് പോയി അവരോട് സംസാരിക്കാം. അങ്ങനെ ചെയ്താലും അത് സാപത്തിന് നമ്മൾ അനുഷ്ഠിച്ചതിന് തുല്യമാണ്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അത് ദൈവം അനുവദിച്ചിട്ടുണ്ട്. 7-ാം ദിവസം വിശ്രമമാണ്, നമ്മുടെ ശരീരത്തിനുള്ള റെസ്റ്റാണ്. അത് വിചാരിച്ച് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കുർബാന കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങിയാൽ ശരിയാവോ? ഇല്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എടുക്കാം. ഇനി നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തമ്പുരാനെ കുറിച്ചൊരു ചിന്ത, അത് സാപത്താണ്. അപ്പം നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തെ മഹത്വം, ഇതെന്നും ചെയ്യേണ്ടതാണ്. പക്ഷേ സാപത്ത് പ്രത്യേകം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ദിവസമായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ രോഗികളെ സന്ദർശിക്കുക, അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള മക്കളോടോ, അല്ലെങ്കിൽ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ടാവും, സംസാരിക്കാൻ ആരുമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒറ്റയ്ക്ക് താമസിക്കണവരുടെ വീടുകളിലൊക്കെ ചെല്ലുക. ഞാൻ അങ്ങനെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ചേട്ടൻ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം, വീട്ടിലും നല്ല ഉത്തരവാദിത്തമുള്ള ആളാണ്. ആ ചേട്ടൻ ഇങ്ങനത്തെ ദിവസങ്ങളിൽ, സൺഡേ ദിവസങ്ങളിൽ പള്ളിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ആകെ ഒരു ദിവസം കിട്ടണം, ശനി വരെ ഓഫീസ് വർക്കുള്ള ആളാണ്. എന്നിട്ട് കുർബാന കഴിഞ്ഞ് ഉച്ചയോടുകൂടി വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് ആളിങ്ങനെ വീടുകളിലേക്ക് ഇറങ്ങും. അത് പ്രത്യേകിച്ച് വിധവകളൊക്കെ ആയിരിക്കുന്ന അമ്മച്ചിമാരുണ്ടാവില്ലേ, വീടുകളിൽ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്തവർ, അങ്ങനത്തെ വീടുകളിൽ ചെന്നിട്ട് അവരോട് കുറച്ച് നേരം വർത്താനം പറയും. എന്നിട്ട് അവരൊരുമിച്ച് ഈ ചേട്ടൻ പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ സൺഡേയും ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസവും ഓഫീസ് വർക്കാണ്. പക്ഷേ സൺഡേ അങ്ങനെ ഉപയോഗിക്കുന്ന ചേട്ടന്മാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ നന്നായി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. 4 മക്കളുണ്ട്. വീട്ടിൽ ഭാര്യ നേഴ്സായിട്ട് പുറത്ത് വർക്ക് ചെയ്യുക. അപ്പം 4 മക്കളുടെ കാര്യം നോക്കുന്ന ചേട്ടനാണ്. എന്നിട്ടാണ് ഞായറാഴ്ച ദിവസം ഇങ്ങനെ ദൈവത്തിന് വില കൊടുത്ത് ദൈവനാമം മഹത്വപ്പെടുത്താനായിട്ട് ഇറങ്ങണത്. അപ്പം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യങ്ങളിൽ. ഇനി നമുക്കങ്ങനെ അടുത്ത വീടുകളിലൊന്നും പോകാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. ഓക്കെ, എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ ഞാൻ സമയം ചെലവഴിക്കണം, എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. അങ്ങനെ ചെലവഴിക്കാനും ദൈവം അനുവദിച്ചേക്കണതാ ഈ ഞായറാഴ്ച ദിവസം. അത് ദൈവത്തോടൊപ്പം ചെലവഴിക്കണതിന് തുല്യ. അതിന് പകരം ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് എന്താണെന്നറിയോ? അവനവൻ്റെ വീട്ടിലെ മക്കളോടൊത്തിരിക്കില്ല, വിനോദയാത്രയ്ക്ക് പോവും, ഔട്ടിങ്ങിന് പോവും. സൺഡേ ആണ് എല്ലാവർക്കും ഔട്ടിങ്ങിന് പോകാനുള്ള ദിവസം. എന്നിട്ട് അവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, പിന്നെ എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കുക, എന്നിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വരിക. അന്ന് കുടുംബ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ നേരെ അത്രയായില്ലേ. അങ്ങനെ സാപത്ത് ആചരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരങ്ങനെ ഇതിൽ മുന്നേറിക്കൊണ്ട് പോവുകയുള്ളൂ. പലരും പ്രാർത്ഥനയ്ക്ക് പോകണവരും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. സാപത്ത് ആചരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് വിശ്രമിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ വേറൊരു ജോലിയും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് പുറത്തു പോയി എൻജോയ് ചെയ്യുക. അങ്ങനെ എടുത്ത് പോണ ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മളിതിൽ ഏത് കൂട്ടത്തിലാണ് വരിക? ശരിയാ, വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ടാവില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇരിക്കണ മനോഭാവം, നമ്മൾ അന്ന് ചെയ്യണ ഓരോ കാര്യങ്ങൾ, അതെങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തണം. അത് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. വീട്ടിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. എവിടെയും പോകണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവരോട് സംസാരിക്കുക, അവരുടെ കൂടെ കൂടുക, കുട്ടികളുടെ കൂടെ ഇരിക്കുക. പിന്നെ പ്രാർത്ഥന, അതായത് കുടുംബ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് അന്നത്തെ ദിവസം ചെല്ലുക.
പിന്നെ വചനം വായിക്കാൻ സമയം കണ്ടെത്തുക. അതൊക്കെയാണ് ദൈവം ഉദ്ദേശിക്കുന്ന സാബത്ത് ആചരണം എന്ന് വെച്ചാൽ പുറത്തു പോയി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഇങ്ങനത്തെ രീതിയിൽ എടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തമ്പുരാൻ ഈ വചനത്തിൽ പറയുന്ന പോലെ അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ. അതോടൊപ്പം ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അത് യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണിത് അരുളി ചെയ്തിരിക്കുന്നത്. ഈ ഉന്നത സ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ തന്നെ ഇവിടെ എപ്പോഴോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ സാപത്തിന് വില കൊടുത്ത് ജീവിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ചേട്ടനച്ഛൻ വഴി പുറത്ത് വിശുദ്ധ നാട് അവിടേക്കൊക്കെ പോകാനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തു. അത് സാപത്ത് ശരിക്കും അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് എന്ന് അച്ഛൻ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് പറയണത് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാ. എന്ന് വെച്ചാൽ സാപത്തിന് വില കൊടുത്താൽ ദൈവം നമ്മൾ ഉയർത്തും. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നല്ല വിലയുണ്ടാവും. കാരണം ദൈവത്തിന് വില കൊടുക്കുന്നവർക്ക് ദൈവം വില കൊടുക്കും. ദൈവം മനുഷ്യമക്കൾക്കൊക്കെ വില കൊടുത്ത് നേടിയെടുത്തതാ. എങ്കിൽ പോലും അതിൽ തിരിച്ച് ദൈവത്തിന് മഹത്വം നൽകുന്നവർക്ക്, ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവർക്ക് അവരെ ദൈവം ഉയർത്തും. കഷ്ടപ്പാടിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക, വേദനകളായിരിക്കും അവർക്ക് ഇപ്പോഴും ഉണ്ടാവുക, കണ്ണീരായിരിക്കും കൂട്ടുണ്ടാവുക. ദൈവം അവരുടെ കൂടെയുണ്ട്. അതിനുശേഷം ദൈവം അവരെ ഉയർത്തും. ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവരെ നടത്തും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാബത്ത് ആചരിക്കുന്ന ദിവസം. ഇനി അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവം ധാരാളമായിട്ട് നൽകും എന്നത് വചനത്തിലൂടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ അതിൽ പ്രത്യേകമായിട്ട് ഒന്നാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുകയില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമാണ്. ആ സ്ഥാനം നമ്മൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കണം. ഇനി അതോടൊപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ഇതാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. സാബത്ത് ദിവസം നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഒരു ഭാഗം എനിക്ക് തോന്നിയത് പലപ്പോഴും സാബത്തിൽ ആണ്, അതായത് ഞായറാഴ്ചയാണ് എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് വരിക. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതനുസരിച്ച് സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ നല്ല മോടിയായി ഡ്രസ്സ് ചെയ്തൊക്കെ വരുന്ന ഒരു അവസരമാണ് അല്ലേ? കാരണം അന്ന് മാത്രമല്ലേ ഇതുപോലെ വരാൻ പറ്റുള്ളൂ. ഇട ദിവസങ്ങളൊന്നും വരണില്ല, എല്ലാവർക്കും തിരക്കാണ്. സൺഡേയിൽ എല്ലാവരും വരണ ദിവസം. അപ്പം അങ്ങനെ ഈ വസ്ത്രധാരണ രീതി കാണുമ്പോൾ ഞാൻ ഒരു വചനം ഓർത്തതാണ് പെട്ടെന്ന്. നിയമാവർത്തനം 22:5 സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്, അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. അങ്ങനെ ചെയ്യുന്നവർ, അതായത് ഇന്ന് കാലഘട്ടത്തിൽ മുഴുവൻ അങ്ങനെയല്ലേ? സ്ത്രീകൾ ഇടുന്ന ഡ്രസ്സെല്ലാം പുരുഷന്മാരിടുന്ന ഡ്രസ്സുകളാണ് അല്ലേ? കാലം മാറി മാറി അങ്ങനെ തന്നെ. ഇതും ഇട്ടണ്ട ഈ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വരിക. ഞായറാഴ്ച ദിവസം സാബത്ത് ആചരിക്കാൻ വരണതാ. എന്നിട്ട് സാബത്ത് ആചരിക്കാൻ വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഉതപ്പ് കൊടുത്തിട്ട് തിരിച്ചു പോകും. അപ്പം എങ്ങനെയുണ്ടാവും സാബത്ത് ആചരണം? വന്ന സമയം കൊണ്ട് എത്ര പേർക്ക് ഉതപ്പ് കൊടുക്കാൻ പറ്റുക? എത്ര പേർക്കാണോ അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കണേ? അങ്ങനെ ഒരു മേഖലയും കൂടി ഈ ഞായറാഴ്ച ദിവസം ആചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരിക്കണവരിൽ എത്ര പേര് അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ടെന്ന് അറിയില്ല. എന്നാൽ അമ്മമാരും അപ്പന്മാരാണ് എൻ്റെ മുൻപിൽ ഇരിക്കണേ എന്ന അറിവുള്ളത് കൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെയൊക്കെ അന്ന് ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, അവരിടുന്ന ഡ്രസ്സ് എന്താ, എങ്ങനെയാണ് എന്ന്. കാരണം പലപ്പോഴും ഞങ്ങൾ ലേഖനം വായിക്കാൻ കുട്ടികളോട് തലേ ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇവർ വായിച്ചു ഒരുങ്ങി വന്ന് ആ സമയത്തായിരിക്കും കുർബാന തൊടുകണയിൽ തൊട്ട് മുമ്പ് വന്ന് പള്ളിയിൽ കയറാം. ഈ കുട്ടിയുടെ ഡ്രസ്സ് ഇട്ട് വന്നത് കണ്ടാൽ ഇതിന് ലേഖനം വായിക്കാൻ കയറ്റാൻ പറ്റില്ല ആൾത്താരയിൽ. കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചില സാഹചര്യങ്ങളിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുത്താൽ വായിക്കണവരുണ്ടാവില്ല. ഇത് ഓർഡർ അനുസരിച്ചല്ലേ. അങ്ങനെ ഇവരതുപോലെ വരണേ. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. അത് ദൈവത്തിൻ്റെ ദിവസം ആചരിക്കണതിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് ആദരവും വിലയും കൊടുക്കണതിൻ്റെ ഭാഗമാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ അന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കാണ്. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ ഒരുക്കം, നമ്മളുടെ പോകണ രീതി, ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും മനുഷ്യർക്ക് ഉതപ്പ് വരാനിട വന്നാൽ
തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ. പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തിരുത്താമെന്ന് മനസ്സുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക, തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ നിന്ന് തന്നെ തമ്പുരാൻ കുറേ തടസ്സങ്ങൾ തട്ടി മാറ്റിത്തരും. നമ്മുടെ കുറേ തടസ്സങ്ങൾ മാറ്റിത്തരും. അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ നല്ല രീതി പകർന്നു കൊടുക്കാൻ ദൈവത്തിൻ്റെ ദിനത്തിൽ പരിശുദ്ധമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ പോകണം. ശരിക്കും ഞാൻ പഴയ കാലഘട്ടത്തിൽ കേട്ടേക്കണതില്ലേ, തലേ ദിവസം തന്നെ അമ്മമാർ മുണ്ടിൻ്റെ ആ ഞെറിയൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ നടന്നു പോകുന്ന വഴിയിൽ ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ചൂട്ടും കെട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടാവും. എന്നിട്ട് രാവിലെ ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത വീട്ടുകാർ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നു, ഇവർ നടക്കണ വിളിക്കണ ശബ്ദം കേൾക്കുമ്പോൾ അവരിറങ്ങും. അങ്ങനെ ഒരു ജാഥ പോലെ അങ്ങനെ പോകും ഇവർ മുന്നിലിതായിട്ട്. തലേ ദിവസം വെളുപ്പിനെ എനിക്ക് അന്നാണ് വീടുകളിൽ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക അല്ലേ, പഴയ കാലഘട്ടം. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നതാട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ കാരണന്മാർ ചെയ്തിരുന്നതാ. അവർക്ക് ആര് പറഞ്ഞു കൊടുത്തിട്ട് അവരിതൊക്കെ ചെയ്തേ? അന്ന് ഏത് സ്ഥലത്താണ് വചന പ്രഘോഷണം ഉണ്ടായേക്കണേ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. അവർക്ക് അവരുടെ തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയതാ അത്. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ്, അത് അവർ പാലിച്ചത് കൊണ്ടില്ലേ ഇന്നത്തെ പോലെ ഒരു തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലില്ല. നന്നായി അധ്വാനിച്ച് അവർ ജീവിച്ചു. അധ്വാനിച്ചതിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കാരണന്മാരൊക്കെ അധ്വാനിച്ചതിൻ്റെ ഫലം അവരനുഭവിച്ചിട്ടുണ്ട്. അതിന് ദൈവം അവർക്ക് അനുഗ്രഹം കൊടുത്തത് അവർ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് അധ്വാനിക്കണില്ലേ? ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇന്ന് ഒരുപാട് അധ്വാനിക്കണില്ലേ നമ്മൾ? എക്സ്ട്രാ വർക്ക് ചെയ്യല്ലേ ചെയ്യണത്? എന്നിട്ട് ഒന്നും തികയണില്ല. വചനം പറയണ പോലെ ഓട്ടപാത്രത്തിൽ ശേഖരിക്കണ പോലെ എല്ലാം അതെല്ലാം പോയി, ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണേ? നമ്മൾ തമ്പുരാന് വില കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ തമ്പുരാൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്തത് കൊണ്ടാണ്. ആചരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവ. ദൈവം നോക്കണത് മനസ്സിൻ്റെ ഭാവ. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അതിന് തീരുമാനമെടുത്ത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുമ്പോൾ അത് തമ്പുരാന് കൊടുക്കണ വിലയായി ദൈവം കാണും. അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തരും. ഇപ്പം ഞാൻ കുട്ടികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചില കുട്ടികൾ അത് മനസ്സിലാക്കി അവരുടെ പാരൻസിൽ നിന്നായിരിക്കും അത് കിട്ടിയേക്കണേ. സൺഡേ അവർ പഠിക്കില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ അതിക്ക് മുമ്പ്, അതായത് ശനിയാഴ്ചയൊക്കെ പഠിച്ചു വയ്ക്കും. ഞായറാഴ്ച ദിവസം അവർ മുഴുവനും പള്ളിയിലെ കാര്യങ്ങൾക്ക് നിൽക്കും, ബൈബിളൊക്കെ വായിക്കും. ഇതുപോലെ തന്നെ വീട്ടിലൊരുമിച്ചിരിക്കും, അടുത്തുള്ളവരെയൊക്കെ സന്ദർശിച്ച് അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യണ ഒരു മക്കൾക്കും മാർക്ക് കുറവുണ്ടായിട്ടില്ല. ഒരു വിഷയത്തിനും മാർക്ക് കുറവുണ്ടായിട്ടില്ല. പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് പോകേണ്ട വന്നിട്ടില്ല. കാരണം അവർ ദൈവത്തിന് വില കൊടുത്തു. അത്തരം മക്കളെ എനിക്ക് പരിചയമുണ്ട്. എക്സാം ആണെങ്കിൽ കൂടി അവർ ഞായറാഴ്ച ഒന്നും നോക്കില്ല. തമ്പുരാൻ്റെ വചനം വായിച്ച് തമ്പുരാൻ്റെ കാര്യങ്ങളിൽ മാത്രം ചിലവഴിച്ചുകൊണ്ട് അവർ ആ ഒരു ദിവസം ചിലവഴിച്ച് പിറ്റേ ദിവസം അവർ പരീക്ഷ എഴുതും. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. അപ്പം മക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടും അങ്ങനെ ദൈവത്തിന് വില കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മൾ കൊടുക്കുമ്പോഴാണ്. ഇന്നത്തെ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? മാതൃക കണ്ടേ പഠിക്കൂ. വായ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ഈ ചെവിക്കൂടെ കെട്ട് ഈ ചെവിക്കൂടെ വിടും. നമുക്ക് കൊടുക്കേണ്ടത് എന്താ? മാതൃകയാ. നമ്മുടെ പഴയ തലമുറ നമുക്ക് തന്ന മാതൃകയാ ഇന്ന് നിങ്ങളെയൊക്കെ എന്നെയൊക്കെ ഇവിടെ കൊണ്ടു നിർത്തിയത് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കണേ? ശരിയാ, കഷ്ടപ്പാട് വന്നു, ദുരിതങ്ങൾ വന്നു. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ദൈവത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. എനിക്കത് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട്. അത് നമ്മുടെ തലമുറകളിലൂടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ നമുക്ക് കിട്ടിയതാ. ഇന്ന് നമ്മളത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണില്ല. പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്കത് അറിയാത്തത്. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാ. ഇനിയത്തെ തലമുറയിൽ തമ്പുരാന് വേണ്ടി ജീവിക്കണ, തമ്പുരാന് വില കൊടുക്കണ മക്കൾ ഉണ്ടാവില്ല നമ്മളത് കൊടുത്തില്ലെങ്കിൽ. അപ്പം എൻ്റെ മുൻപിലിരിക്കണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് നിങ്ങളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ. നിങ്ങളത് പകർന്നു കൊടുത്താലാ ഇനി അടുത്ത തലമുറ വരും ഇതുപോലെ ഇരിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ, ഇതുപോലെ പ്രാർത്ഥിക്കാൻ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വരുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം വില കൊടുത്തിട്ട് വന്നതല്ലേ? നേരത്തെ എണീറ്റ് വീട്ടിലെല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടല്ലേ വന്നിരിക്കണേ? ആണ്. ഇതേപോലെ വില കൊടുത്ത് തമ്പുരാൻ്റെ മുൻപിലേക്ക് നിങ്ങളുടെ മക്കൾ വരണമെങ്കിൽ, നമ്മുടെ അടുത്ത തലമുറ വരണമെങ്കിൽ അത് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല, പ്രാർത്ഥിക്കണം, ഒപ്പം മാതൃക കൊടുക്കണം. മാതൃക കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മാതൃക കൊടുത്ത് ദൈവത്തിന് വില കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃക കൊടുത്ത് ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഉയർത്തും, നിങ്ങളുടെ മക്കളെ ദൈവം ഉയർത്തും. നിങ്ങളുടെ മക്കളിലൂടെ ദൈവം മഹത്വപ്പെടാൻ ഇടവരും. നല്ല നല്ല ദൈവവിളികൾ വരും തിരുസഭയിലേക്ക്. അങ്ങനെ കുടുംബത്ത് ദൈവത്തിന് വില കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദൈവവിളികൾ വരും. എനിക്ക് പരിചയമുണ്ട് അങ്ങനെ നല്ല കുടുംബങ്ങൾ. അവിടെ നിന്ന് നല്ല മക്കൾ ദൈവവിളി സ്വീകരിച്ച് വന്നത്. നല്ല മക്കൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഠിപ്പല്ല, പഠനം മുഴുവനും കഴിഞ്ഞ് ജോലി ഉപേക്ഷിച്ച് വരുന്നു എന്ന് മാത്രമല്ല, ആത്മീയതയിൽ വളർന്ന മക്കൾ ദൈവവിളി സ്വീകരിച്ചു വരും. അങ്ങനെ സ്വീകരിച്ചു വരണം. അത് അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ ഇന്ന് നമുക്ക് കടമയുണ്ട് സാബത്ത് ദിനം ആചരിക്കണത് ഇന്നിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് ആചരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറയാം. ഞാൻ ആദ്യമൊക്കെ തമാശയായിട്ട് പറഞ്ഞതെങ്കിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച കാര്യമാണ്. കാരണം ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഇനിയത്തെ തലമുറയിൽ ആരാ ഇങ്ങനെ ഉണ്ടാവുക? ഇപ്പം നമ്മുടെ മക്കളൊക്കെ പള്ളിക്കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കണ കാണുമ്പോഴേ ആരാ ഇനി ഉണ്ടാവുക ഇങ്ങനെ ദൈവിക കാര്യങ്ങൾക്ക് തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കാൻ? ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ മാതൃകയുടെ കുറവ് കൊണ്ട് നമ്മൾ ദൈവത്തിന് വില കൊടുക്കാത്തത് കൊണ്ട് അന്യം നിന്ന് പോകാൻ ഇടവരരുതെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയോടുകൂടി പറയാം. അങ്ങനെ സംഭവിച്ചാൽ തമ്പുരാൻ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പിശാച് അതുപോലെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കണ ഒരു ലോകമാണ് അല്ലേ? നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാണ് എടുത്ത് ഉപയോഗിക്കണേ? നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റണില്ല, നമുക്ക് പോലും മനസ്സിലാവണില്ല നമ്മുടെ മക്കൾ ഏത് വഴിക്കാണ് പോണേന്ന്. പല അച്ഛനമ്മമാരും വിചാരിച്ചേക്കണത് എന്താണെന്നറിയോ? എൻ്റെ മകൾ നല്ലതാ, എൻ്റെ മകൻ നല്ലതാന്ന്. പക്ഷെ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് കുറേ പേർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണൽ കണ്ട് സംസാരിക്കുമ്പോൾ എത്രയോ മകനും മകളും പോയ അവസ്ഥ താഴ്ന്ന കിടക്കണേ. പക്ഷേ അപ്പച്ചനും അമ്മച്ചിക്കും അത് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് പറയണത്, മാതൃകയുടെ കുറവ് കൊണ്ട് നമ്മുടെ തലമുറയിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹത്തിനും തടസ്സം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാതിരിക്കാൻ പാടില്ല. നമ്മുടെ വലിയൊരു കടമയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് തമ്പുരാന് വില കൊടുക്കാം, തമ്പുരാന് ഞാൻ വില കൊടുക്കും എന്നിപ്പോൾ തീരുമാനം എടുക്കുക. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് തീരുമാനം എടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ തമ്പുരാന് വില കൊടുക്കും. അങ്ങനെ വില കൊടുത്ത് ഒരു പുതിയ തലമുറയെ ഞാൻ ദൈവത്തിന് വേണ്ടി നേടും. എൻ്റെ കുടുംബത്തെ, എൻ്റെ ദേശത്തെ, ഞാനുമായി ഇടപഴകുന്ന എല്ലാ മക്കളെയും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നേടും. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ദൈവത്തോട് എനിക്ക് കാര്യങ്ങൾ താ, എൻ്റെ ആ കാര്യം ഈ കാര്യം, അങ്ങനെയല്ലേ നമ്മളിരിക്കുക പ്രാർത്ഥനയായിട്ട്. അതിന് പകരം തമ്പുരാന് കൊടുക്ക്. നിങ്ങളെയൊക്കെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടില്ലേ തമ്പുരാൻ? വിളിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടില്ലേ, ചെയ്തു തന്നിട്ടില്ലേ? അതിന് നന്ദിയായിട്ട് കൊടുക്ക്. നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്ക്. അത് ദൈവത്തിന് വിലയായിട്ട് കൊടുക്ക്, ദൈവത്തിനുള്ള വിലയായിട്ട് കൊടുക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ തമ്പുരാൻ ഇനിയും അനുഗ്രഹങ്ങൾ തരും.
തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും വരില്ല. അത് നമ്മളിലേക്ക് ഒഴുകാൻ ഉള്ള തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തടസ്സങ്ങൾ മാത്രം നമ്മൾ നീക്കിയാൽ മതി. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വില കൊടുത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തമ്പുരാൻ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ വലിയ രീതിയിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിലുമുപരി നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളുടെ മേഖലയിലും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ കടന്നു വരും. സാപത്ത് ആചരണത്തിന്, ദൈവത്തിന് വില കൊടുക്കുന്നതിന് നമ്മൾ പരിശ്രമിച്ചാൽ. അപ്പോൾ ഒരു നിമിഷം ഈശോയുടെ മുൻപിൽ നമുക്ക് എണീറ്റ് നിൽക്കാം. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഇത്ര നേരം നിങ്ങൾ സമർപ്പിച്ചില്ലേ? തമ്പുരാനോട് പറഞ്ഞില്ലേ? അതെല്ലാം തമ്പുരാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് വില കൊടുത്തുകൊണ്ട് എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ ദേശത്തിൻ്റെ മുൻപിൽ, എൻ്റെ കുടുംബത്തിലൊക്കെ മാതൃകയായി തീരാൻ, മാതൃകയായി ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, നന്ദി, സ്തുതി, മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, 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 സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, 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 സ്തുതി, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിന്റെ കൃപ അനുഗ്രഹമായി ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകയുള്ള ജീവിതം നയിക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളുടെ മേൽ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണേ. ഇന്നിവിടെ വന്ന ഗ്രൂപ്പിനെ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ പരിശുദ്ധാത്മാവെ ജ്വലിപ്പിക്കണേ. തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണേ. ബോധ്യങ്ങളായി ഇവരിലേക്ക് ഇത് പതിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി, 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 നന്ദി. ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ബോധ്യങ്ങളായ മനസ്സിൽ പതിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന.